ബിഗ് ബോസ് സീസൺ 6-ലെ അവസാനത്തെ നോമിനേഷൻ നാളെ പ്രൊമോ വന്നിരിക്കുകയാണ്. ഓരോരുത്തരും വെറൈറ്റി കാരണങ്ങളെല്ലാം പറയുന്നുണ്ട്. സിജോ പെടും, കാരണം സിജോ ക്യാപ്റ്റൻ ആണെങ്കിലും അതിൻ്റെ പരിഗണന ഒന്നുമില്ല. എല്ലാവരും നോമിനേഷനിൽ നാളെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇവർ നാളെ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നോമിനേഷനിൽ വരും. ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾ നിൽക്കും, അല്ലാത്തവർ പോകും. നാളെ കണ്ടറിയാം ആരൊക്കെ സേഫ് അടിച്ച് അതിനകത്ത് നിൽക്കും, ആരുടെയൊക്കെ പേര് പറയൂലാന്ന്. ഒട്ടും പറയാൻ സാധ്യതയില്ല എന്ന് കരുതുന്ന ആൾക്കാരുടെ പേരാണ് ഇവർ പറയുന്നതെങ്കിൽ നമ്മൾ ഈ വീക്ക് കഴിയുമ്പോൾ നമുക്കൊരു ഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ആൾക്കാർ പോകും. നമ്മൾ പിന്നെ കപ്പൊക്കെ ചുമ്മാ ആർക്കെങ്കിലുമൊക്കെ പറക്കി കൊടുക്കേണ്ട അവസ്ഥയിലായിരിക്കും കാണാൻ പോകുന്നത്. പിന്നെ ടിക്കറ്റ് ഫിനാലെ മറ്റന്നാളായിരിക്കും മിക്കവാറും തുടങ്ങാൻ പോകുന്നത്. കാരണം നാളെ ഈ പറയും പോലെ നമ്മുടെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. സാഗർ, ജുനൈസ്, ജോജു ജോർജ്, പിന്നെ ഒരു നടിയും കൂടെ ഉണ്ടെന്നാട്ടോ അറിഞ്ഞത്. അപ്പോൾ ഇവരെല്ലാവരും വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ നോമിനേഷൻ, അപ്പോൾ പിന്നെ ടിക്കറ്റ് ഫിനാലെ കൂടെ പറ്റുള്ളെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ സീസണിലൊക്കെ ഡേ 79 ടിക്കറ്റ് ഫിനാലെ വരുന്നത്, അതായത് ചൊവ്വാഴ്ച. അങ്ങനെയാണ്. പ്രൊമോ വന്നിട്ടുണ്ട്, എന്തായാലും പ്രൊമോ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊമോയ്ക്കകത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് അവസാനത്തെ നോമിനേഷനാണ് സീസൺ 6-ലെ. കൺഫഷൻ റൂമിലോട്ട് ജാസ്മിൻ പോകുന്നു. ജാസ്മിൻ പറയുന്ന കാരണം ഇതാണ്: ഫിനാലയിലേക്ക് വരാനുള്ളതായിട്ട് തോന്നിയിട്ടില്ല, സ്വന്തമായിട്ട് വെളുപ്പിക്കുന്നതായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്നാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ ഈ പറയുന്നത് ആരെ കുറിച്ചിട്ടായിരിക്കും? എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഋഷി, ഇല്ലെങ്കിൽ അഭിഷേക്. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ കുറിച്ചിട്ടായിരിക്കും തോന്നുന്നത്. എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്, വേറെ ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത നോറ പറയുന്ന റീസൺ ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നത് ആരായിരിക്കും? ഒരു പിടിയുമില്ല. നന്ദന പ്രേക്ഷകരെ അങ്ങോട്ട് പറ്റിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഒരു പക്ഷേ നോറയോ ശ്രീതുവോ അങ്ങനെ അതായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത അഭിഷേക് പറയുന്നത് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ലാത്ത പോലെ തോന്നിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് നോറയുടെ കാര്യമായിരിക്കും. നോറയുടെ കാര്യം തന്നെയായിരിക്കും മിക്കവാറും സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഇല്ല എന്ന് പറഞ്ഞ പോലെ തോന്നിയത്. അടുത്ത സായി സെയിം ഗ്രാഫ് എന്നാണ് പറയുന്നത്. ഗ്രാഫ് എന്നുള്ള വേർഡ് ഇപ്പോൾ സായി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ജാസ്മിനെതിരെയാണ്. സോ ജാസ്മിനെ ആയിരിക്കാം സായി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്ത ശ്രീതു, ഐ തിങ്ക് ദേ ഡോണ്ട് ഡിസർവ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊട്ടും ഡിസർവിങ് അല്ല എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുകയാണ്. ആരെയാണോ എന്തോ ഒരു പിടിയുമില്ല, കാരണം എല്ലാവരും ഡിസർവിങ് അല്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ നോമിനേറ്റ് ചെയ്യുന്നത്. അടുത്ത ഋഷി കണ്ടുപിടിച്ച് കഴിഞ്ഞെന്നാണ് ആൾ പറയുന്നത് ഇവിടെ വന്നതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്ക് വീട്ടിൽ പോവാം. അപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീഡിയോ, അപ്പോൾ അത് ആരാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നോറ വല്ലതും ആണോ എന്തോ. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അടുത്ത എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ ആരാണെന്നൊരു പിടിയുമില്ല. ഇതാണ് പ്രൊമോ. നോമിനേഷൻ്റെ പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. സാഗറിൻ്റെ ജുനൈസിൻ്റെ എൻട്രി പ്രൊമോ എനിക്ക് തോന്നുന്നു 12 രാത്രി വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകളും ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.